ബോധപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മദ്രസഭയിലായിരിക്കാനും കുടുംബമായ ദൈവത്തെ ആരാധിക്കാനും ദൈവം നൽകിയ അവസരത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. അറിയിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ ദോഹയിലെ പ്രദേശത്ത് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. ആരാധനകൾ വളരെ പരിചിതമായിരിക്കുന്നു. ഒരു വേദഭാഗത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം 60, 65, 66 വാക്യങ്ങൾ. Gospel according to Matthew chapter 27 verse 60, 65 and 66. ഇപ്രകാരം വായിക്കുന്നു. 60-ാം വാക്യത്തിന്റെ അവസാനം, കല്ലറയുടെ വാതിൽക്കൽ അവൻ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. 65-ാം വാക്യം ആദ്യ ഭാഗം, പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുന്നു എന്ന് പറഞ്ഞു. 66, അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ആരാധനയുള്ള ബന്ധം പലപ്പോഴും ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന ഒരു വേദഭാഗമായിട്ടാണ് ഇതായിരിക്കുന്നത്. നാം ആദ്യ ഭാഗത്ത് കാണുകയായിരുന്നു ഒരു വലിയൊരു കല്ല്, എ ലാർജ് സ്റ്റോൺ, അവിടെ വെക്കുന്നതായിട്ട് നാം കാണുകയാണ്. മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം ഒരു പദപ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. കല്ലറയുടെ വാതിക്കൽ നിന്ന് ഈ വലിയ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടിക്കളയും? അത് ഏറ്റവും വലുതായിരുന്നു. മാനുഷികമായ ബുദ്ധിയിൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ തടയുവാനായിട്ട് ഉരുത്തിരിഞ്ഞ ആശയങ്ങളിൽ ഒന്നായിട്ട് അതായിരിക്കുകയാണ്. ഈ കല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം 1-2 ടൺ ഭാരം വരുന്ന ഒരു കല്ലായിട്ട് അതായിരിക്കുകയാണ്. വളരെ ഭാരമുള്ള കല്ല് വെച്ചുകൊണ്ട് പരമാവധി സുരക്ഷ നൽകുവാനായിട്ട് എ ഹെവി സ്റ്റോൺ ആൻഡ് എ മാക്സിമം പ്രൊട്ടക്ഷൻ, അപ്രകാരം ഏറ്റവും സുരക്ഷിതമായ രീതിയിലേക്ക് മാനുഷികമായ ചിന്തയിൽ അവർ ചിന്തിക്കുകയാണ്. ഞാൻ 65-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കാവൽക്കൂട്ടത്തെ തരാം. റോമൻ സാമ്രാജ്യത്തെ, അതിന്റെ മഹത്വത്തെ, അതിന്റെ പ്രതിഭയെ കാണിക്കുന്ന ഒരു കൂട്ടമായിരുന്നു റോമൻ ആർമി. അവയുടെ അച്ചടക്കവും അവയുടെ ശക്തിയും ലോകപ്രസിദ്ധമാണ്. അപ്രകാരമുള്ള റോമൻ ഒരു സൈന്യത്തെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് തടയാമെങ്കിൽ തടയുക എന്ന് പറയുന്ന ഒരു കളിച്ചിരിയുടെ, ഒരു കളിയാക്കലിന്റെ ഭാവത്തിൽ ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ കഴിയാവുന്നിടത്തോളം ഉറപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് അവിടെ പറയുകയാണ്. ഫിസിക്കൽ മോണിറ്ററിംഗ് ഓഫ് എ സെക്യൂരിറ്റി, ശക്തിപരമായിരിക്കുന്ന ഒരു നിരീക്ഷണം അവർ നൽകുകയാണ്. മാനുഷിക ബുദ്ധിയിൽ രണ്ടാമതൊരു ആശയം അവർ നൽകുകയാണ്. നിങ്ങൾ കാവൽക്കൂട്ടത്തെ നൽകിക്കൊണ്ട് ആ കല്ലടയ്ക്ക് അവർ സുരക്ഷ കൽപ്പിക്കുക. ഒന്നാമതായി നമ്മൾ കാണുകയാണ്, അവർ കല്ലിന് മുദ്ര വെച്ച് കല്ലറ ഉറപ്പാക്കി, അഥവാ എല്ലാം അവസാനിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന പീലാത്തോസ് അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം. മുദ്ര അഥവാ സീൽ എന്ന് കാണിക്കുന്നത് അത് ആധികാരികതയെ കാണിക്കുന്ന ഒന്നാണ്. അത് ഒരു അധികാരത്തിന്റെ അല്ലെങ്കിൽ ഉറപ്പിന്റെ അടയാളമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. മുദ്ര പിടിക്കുവാനായിട്ട് യോഗ്യത വേണം. മാനുഷികമായ ബുദ്ധിയിൽ മൂന്നാമതൊരു ആശയം അവിടെ ഉരുത്തിരിയുകയാണ്. മുദ്ര വെച്ചുകൊണ്ട് അവരുടെ ബുദ്ധിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ പുനരുദ്ധാനത്തെ തടയുവാനായിട്ട്, അത് ഉറപ്പാക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യ പ്രകാരം നാം വായിക്കുന്നുണ്ട്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഡെത്ത് ടു ഹോൾഡ് ഹിം. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അപ്രകാരം പാടാറുണ്ട്, കാൽവരി നാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിയില്ല, പൃഥ്വി വെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താവായി വാഴുന്നവൻ. അതെ, ആ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയ ദൈവസ്നേഹത്തിന് മുമ്പിൽ ആ കല്ലിന് നിലനിൽക്കുവാൻ സാധിച്ചില്ല. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയ ദൈവസ്നേഹത്തിന് മുമ്പിൽ റോമാ സാമ്രാജ്യത്തിന്റെ ശക്തിക്ക് നിലനിൽക്കുവാൻ സാധിച്ചില്ല. അതെ, ആ ശക്തിക്ക് മുമ്പിൽ ആ റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പൊട്ടിത്തകരുവാനായിട്ട്, ഛിന്ന ഭിന്നമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ആരാധിക്കുന്ന ദൈവം അവൻ ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ആരാധന ഇറ്റ് ഈസ് നോട്ട് എൻ ആക്ട് ഓഫ് സാഡ്നസ്, ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് സെലിബ്രേഷൻ. നമ്മുടെ ആരാധന ഒരു ശോകത്തിന്റെ, സന്താപത്തിന്റെ, ദുഃഖത്തിന്റെ പ്രവൃത്തിയല്ല, മറിച്ച് അതൊരു ആഘോഷത്തിന്റെ, ഒരു സന്തോഷത്തിന്റെ പ്രവണതയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ജീവൻ നൽകി ജീവനറ്റ ഭാവിയായ എന്നിൽ ജീവൻ തകർന്ന യേശുവെ, ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവത്തിനു നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.